ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ഗർഭകാല ചികിത്സ തേടുകയും പിഴവ് മൂലം അപൂർവ അംഗവൈകല്യത്തോടെ കുട്ടി ജനിക്കുകയും ചെയ്ത സംഭവത്തിൽ ഒരു വർഷമായിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ ആരോഗ്യവകുപ്പ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശമുണ്ടായിട്ടും ജില്ലയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ഇതിനിടയിൽ കുട്ടിയുടെ ഭക്ഷണവും സൗജന്യ ചികിത്സയും സർക്കാർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും അതും പാലിക്കപ്പെടുന്നില്ല എന്നാണ് പിതാവ് അനീഷ് ന്യൂസ് 18നോട് പറഞ്ഞത്. നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബം. ന്യൂസ് 18 ഫോളോ. ഈ കാണുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി 2025 ജനുവരി 10 പുറത്തിറക്കിയ റിപ്പോർട്ടാണ്. റിപ്പോർട്ട് പ്രകാരം ഗർഭസ്ഥ ശിശുവിന്റെ പ്രകടമായ ഗുരുതര അംഗവൈകല്യങ്ങൾ തുടർച്ചയായി സ്കാനിങ്ങിന് വിധേയാക്കിയിട്ടും കണ്ടെത്താൻ കഴിയാതിരുന്ന ശങ്കേഴ്സ്, മിഡാസ് എന്നീ സ്കാൻ സെന്ററുകൾക്ക് രോഗനിർണയത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം സ്കാൻ സെന്ററുകളുടെ ലൈസൻസ് ആലപ്പുഴ DMO റദ്ദു ചെയ്തതായും കെട്ടിടം സീൽ ചെയ്തെന്നും ഉപകരണങ്ങൾ പിടിച്ചെടുത്തെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിലൂടെ പറയുന്നു. എന്നാൽ DMO ആരോഗ്യവകുപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പുതിയ പേരിൽ ഇതേ ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടില്ലെന്നും പരാതിക്കാരനായ കുട്ടിയുടെ പിതാവ് അനീഷ് വ്യക്തമാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് അന്വേഷിപ്പിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്ത ലാബുകൾക്ക് എതിരെ യാതൊരുവിധ നടപടി എടുത്തിട്ടില്ല. ലാബുകാർ വേറെ പേരിൽ ലാബുകൾ തുടങ്ങിയിരിക്കുന്നു. അന്വേഷണ സംഘം കണ്ടെത്തിയ വീഴ്ചയിൽ ലാബ് സീൽ ചെയ്ത് നടപടി സ്വീകരിക്കുവാൻ പറഞ്ഞിട്ട് ആരോഗ്യവകുപ്പ് ആലപ്പുഴയിൽ നിന്നും യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. കുഞ്ഞിന്റെ ചികിത്സയും തുടർ ചികിത്സയും ഉറപ്പുവരുത്തി തരണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും അപേക്ഷിക്കുകയാണ് ആരോഗ്യവകുപ്പിനോട്. ഗർഭസ്ഥ ശിശുവിന്റെ അമ്മ ഗർഭകാലത്ത് സ്കാനിങ്ങിന് വിധേയമായപ്പോൾ 2 തവണയും പരിശോധന നടത്തിയ റേഡിയോളജിസ്റ്റുകളായ ഡോക്ടർമാർ ആരെന്ന് സ്കാൻ സെന്ററുകൾ ഒരു വർഷമായിട്ടും പുറത്തുവിട്ടിട്ടില്ല. രജിസ്റ്ററിൽ വിവരങ്ങൾ ഇല്ലെന്നാണ് ലാബ് അധികൃതർ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. ഈ റേഡിയോളജിസ്റ്റുകൾ ഗർഭകാല ചികിത്സ നടത്തിയ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ എന്നിവരെ പ്രതി ചേർത്ത് സൗത്ത് പോലീസ് കേസെടുത്തെങ്കിലും ആ അന്വേഷണവും എങ്ങും എത്തിയില്ല. ഡ്രൈവറായ അനീഷ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞുമായി തൊഴിൽ ചെയ്യാൻ പോലും പോകാനാകാതെ ആശുപത്രികൾ കയറിയിറങ്ങി നടക്കുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.